നമസ്കാരം. പേരിലെ എല്ലാ മലയാള സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പെണ്ണുള്ളിടത്തെല്ലാം വാണിഭമുണ്ടെന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ E.K. നായനാർ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയുള്ളിടത്തെല്ലാം പീഡനമുണ്ടെന്ന് മറ്റൊരു മുൻ മുഖ്യമന്ത്രി ശ്രീ V.S. അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഈ പീഡനവും വാണിഭവുമെല്ലാം കേരളത്തിൽ മാത്രമല്ല, ഇങ്ങ് അമേരിക്കയിലും പറ്റുന്നുണ്ട്. നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ ബിൽ ക്ലിന്റൺ ഇതിന്റെ പേരിൽ ഇംപീച്ച്മെന്റ് വരെ ചെയ്യപ്പെടുകയുണ്ടായി. ഈ ശ്രേണിയിലുള്ള ഏറ്റവും പുതിയ സംഭവമാണ് നമ്മുടെ സരിത സോളാർ ചന്ദ്ര ചേച്ചി. ഇതിന്റെ പേരിൽ കണ്ണൂർ MLA അബ്ദുള്ളക്കുട്ടി കോടതി വരെ കയറിയിറങ്ങേണ്ടി വന്നു. ഈ കോടതി രംഗം ഇതാ നിങ്ങളുടെ മുന്നിൽ. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങളെല്ലാം മലയാള സിനിമയിലെ നടീ നടന്മാരാണെന്ന് മാത്രം. ഇതിൽ അബ്ദുള്ളക്കുട്ടിയായി നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ ജയൻ, കോടതി ജഡ്ജിയായി അഞ്ഞൂറാൻ NN പിള്ള, സരിത നായരായിട്ട് അടൂർ ഭവാനി, വാദിഭാഗം വക്കീലായി പ്രേംകുമാർ, പ്രതിഭാഗം വക്കീലായി ജനാർദ്ദനൻ, സ്ഥലം കമ്മീഷണറായി സുരേഷ് ഗോപി, അബ്ദുള്ളക്കുട്ടിയുടെ PA ആയി ഇന്ദ്രൻസ് ഇവരെത്തുന്നു. മക്കളെ അല്ല കേസ് തുടങ്ങണ വക്കീലേ, കോടതി സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂന്ന് ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തോ? കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ എന്ന് ഞാൻ സത്യം ചെയ്യുന്നു. സത്യം സത്യം സത്യം. എടോ, ഈ കോടതി ഇന്ന് തീർക്കാനുള്ളതാ, ഇത് ഒരാഴ്ചത്തെ പരിപാടിയല്ല. പെട്ടെന്ന് പറഞ്ഞു തീർക്കടോ. താനെന്താ ഇത്ര നീട്ടി പറയുന്നേ? അതിന്റെ ഒരു ശീലമായി പോയി. ഞാൻ എന്ത് പറഞ്ഞാലും കുറച്ച് കേസ് സംസാരിക്കൂ. അത് മാത്രമല്ല, അതുണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടാക്കും എന്നൊക്കെ ഞാൻ പറയും. അതൊന്നും ആരും കാര്യമാക്കണ്ട. വക്കീൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ദിവസം നോക്കിയപ്പോൾ എന്റെ ഫോണിൽ ഒരു മിസ് കോൾ. ഞാൻ വിചാരിച്ചു അതവർ അതിശയം ചെയ്യണമെന്ന്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി. അതൊന്നും കാര്യമല്ല, നമ്മുടെ സ്ഥിരത. പിന്നെ ഞങ്ങൾ കണ്ടും തമ്മിൽ കൈമാറി. വിളിച്ചത് സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന എന്തോ ഒരു സാധനത്തെ കുറിച്ച് പറയാൻ. സൂര്യപ്രകാശത്തിൽ എങ്ങനെയാണോ വൈദ്യുതി ഉണ്ടാക്കുന്നത്? അതിനെ കുറിച്ച് ഡീറ്റെയിലായിട്ട് സംസാരിച്ചത് എന്റെ PA ആണ്. നമ്മുടെ വീടിന്റെ മേളിൽ ഒരു സാധനം വെക്കും, അതിന് സൂര്യപ്രകാശം പതിച്ച് നമ്മുടെ വീട്ടിൽ കറണ്ട് ആയിട്ട് വരും. പിന്നെ നമ്മൾ ബൾബിട്ടാ കത്തും എന്നാ സരിത ചേച്ചി പറഞ്ഞത്. സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്തിനാണോ വീടിന്റെ മേളിൽ സാധനം വെക്കുന്നത്? വീടിന്റെ മേൽക്കൂര തന്നെ ഇടിച്ചു കളഞ്ഞാൽ പോലെ. അപ്പൊ പിന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ? അല്ല വക്കീലേ, എന്ത് പൊന്ന് ശ്രദ്ധ ചേച്ചി ഒന്ന് പറയാമോ, എങ്ങനെയാണ് ഈ ചട്ടം പീഡിപ്പിച്ചതെന്ന്? എത്ര തീയതിയാണെന്ന് ചേച്ചി ഓർക്കുന്നുണ്ടോ? ചേച്ചി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? Steven Spielberg, Jurassic Park.
എന്റെ പൊന്ന് നീളച്ചേട്ട, ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അബ്ദുള്ളക്കുട്ടി ചേട്ടാ, ചേട്ടൻ പറഞ്ഞേ. സംഭവത്തിന്റെ കോൾ ലിസ്റ്റ് നോക്കിയപ്പോ മറ്റു കുറെ പേരുടെ നമ്പർ കൂടി ഇതിനകത്ത് കണ്ടിരുന്നു. പിന്നെ ഒരു നമ്പർ കിട്ടിയത് 99262586. ഇത് മറ്റാരുടെയുമല്ല, നമ്മുടെ ലീഡറിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന്റെ. ഞാൻ എന്റെ മുൻപൊരു ആരെയും വെച്ചിട്ടില്ല. ഇത് സത്യം, ഗുരുവായൂരിലാണ് സത്യം. ഇത് ചെയ്യുന്ന പ്രതിപക്ഷം ഒരു പച്ചക്കളം പറയുകയാണ്. സത്യമായിട്ടും ഞാൻ ആരെയും വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ കേട്ടത് സൈബ ചേച്ചിയുടെ സ്വന്തം സഹോദരൻ വൈജു എന്ന പൊന്ന് ചേച്ചി. സത്യമായിട്ടും ഈ അബ്ദുള്ളക്കുട്ടി ചേട്ടൻ അല്ല ചേച്ചി വിളിച്ചത്. എന്റെ ഫോണിൽ കാശ് തരുന്നപ്പോ ഞാൻ ഈ അബ്ദുള്ളക്കുട്ടി ചേട്ടന്റെ ഫോൺ മേടിച്ച് വിളിച്ചതാണ്. അല്ലാതെ സത്യമായിട്ടും അബ്ദുള്ളക്കുട്ടി ചേട്ടൻ ഈ സംഭവത്തിൽ പ്രതിയൊന്നുമല്ല. ചേച്ചി ഇത് വിശ്വസിക്കണം. അടുത്തതായിട്ട് നമുക്ക് വിസ്തരിക്കാനുള്ളത് സർവ ചേച്ചിയുടെ അയൽവക്കക്കാരനായ കൃഷ്ണൻകുട്ടി നായരെ. ഇവിടെ വന്ന് സോളാർ വിൽക്കാൻ നിങ്ങൾ ആണുങ്ങൾ വേറെ ജോലി നിന്റെ കൂടുതൽ കുറച്ചും കൂടി സമയമായി സംസാരിക്കണോ? അടുത്തതായിട്ട് നമുക്ക് വിസ്തരിക്കാനുള്ളത് സരിതയുടെ മറ്റൊരു അയൽവക്കക്കാരനായ നമ്മുടെ ജഗതിച്ചേട്ടൻ. ജഗതിച്ചേട്ട, ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഒരുത്തെ വിളിക്കുന്നു, മറ്റൊന്ന് തിരിച്ചു വിളിക്കുന്നു. അതിനായിട്ട് മൂന്നൂർത്ത പറയുന്നു, അവൻ തമ്മിൽ അഭിനന്ദ പാടുന്നു. എന്നിട്ട് ഓടെ കൂടെ അഭിനന്ദനം നടത്താനായിട്ട് ഇവിടെ സ്വാഗതം ആക്കി വേണ്ടേ. ജഡ്ജി അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്റെ മകൻ രാമഭദ്രൻ ഫോൺ മേടിച്ചില്ല. എന്റെ മകൻ വീരഭദ്രൻ ഫോൺ ഉപയോഗിച്ചില്ല. എന്തിന് ഈ പറയുന്ന ഞാൻ പോലെ ഫോൺ മേടിച്ചില്ല. പടഞ്ഞ് മേടിച്ചത് ഒരു ഫോൺ കോളിന്റെ പേരിലാണോ? ഈ എന്തൊക്കെ പറഞ്ഞാലും മെസ്സേജ് തരാന്ന് പറഞ്ഞാലും വാട്സാപ്പ് തരാന്ന് പറഞ്ഞാലും എന്ത് കൊണ്ടാന്ന് പറഞ്ഞാലും ഞാനൊരു ഫോൺ മേടിച്ചിട്ടുണ്ടോ? ഞാനൊരു ഫോൺ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇതിന്റെ സത്യം എന്താണെന്ന് ജഡ്ജി അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി സർവ ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സത്യം പറയുവാണെങ്കിൽ ഇവരൊന്നും മാത്രമല്ല, എന്നെ വേറെ കുറെ പേര് ഇവിടെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ മലയാള പ്രസിഡന്റ് സാജുവാൻ എന്നെ വിളിച്ചതാ. എന്തിനു പറയുന്നത്? നമ്മുടെ ഭാവിയിലെ മുക്തിയൊക്കെ പറയാൻ വിളിച്ചതാ. എന്നാ പറയാനാ? ഈ പറഞ്ഞെല്ലാം വെച്ചിട്ട് ഈ കേസിൽ അബ്ദുൾക്കുട്ടി കുറ്റക്കാരനാണെന്ന് പൂർണ്ണമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അബ്ദുൾക്കുട്ടി ഈ കേസ് പൂർണ്ണമായിട്ട് തെളിയിക്കാനായിട്ട് താങ്കൾക്ക് ഒരു ചാൻസ് കൂടി ഈ കോടതിയിലിരുന്നു. അബ്ദുൾക്കുട്ടി താങ്കൾക്ക് സമ്മതമാണോ? എന്റെ അമ്മേ, സരിതയോട് സഹകരിക്കുവാണെങ്കിൽ ഒരു പറ്റമല്ല 1000 വട്ടം വരെ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അമ്മേ, താങ്ക് യു. For all your Desi info, visit DesiBoz.com.